ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 37-ാം സംഘത്തിൻ്റെ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളായ 23 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ ഒരു രത്നചുരുക്കം പറഞ്ഞാൽ അവകാശത്തെക്കുറിച്ചാണ് അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്. അവകാശം എന്ന് പറഞ്ഞാൽ ഒരു യാദൃച്ഛിക സംഭവമല്ല. അത് പരമ്പരാഗതവും വളരെ തിട്ടവും ശാശ്വതവുമാണ്. ഏതൊരു നീതിന്യായ വ്യവസ്ഥയിലും പിതൃസമ്പത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ മക്കളാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ അതിൽ എഴുതിയിരിക്കുന്ന മക്കളെങ്കിലോ അവകാശികളോ ആകും. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പം അവിടുത്തെ സകലവിധ സമ്പത്തിനും, അതായത് നമ്മുടെ കർത്താവിൻ്റെ സകലവിധ സമ്പത്തിനും നാം ഉടമകളാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. സദൃശ്യവാക്യം 10-ാം അധ്യായം 25-ാമത്തെ വാക്യം. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. അവൻ്റെ അവകാശം നിത്യമാണ്, അത് നശിപ്പിപ്പാൻ ഒരു ശത്രുവിനും കഴിയില്ല. സ്തോത്രം. കാരണം അവൻ്റെ അവകാശം നിത്യമാണ്. സ്തോത്രം. അത് നമ്മുടെ അപ്പോസ്തലനായ പത്രോസും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 1 പത്രോസ് 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അതായത് ഭക്തന്മാരെ, നമ്മൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവമക്കളാക്കി ജനിപ്പിക്കാനുള്ള കാരണം, സ്തോത്രം, ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത അവകാശത്തിന് വേണ്ടി തന്നെയാണ് നമ്മളെ ജനിപ്പിക്കുക. അപ്പം അവകാശം ഒരു യാദൃച്ഛ്യമല്ല, അങ്ങനെ വേണ്ടി തങ്ങളെ ജനിപ്പിച്ചിരിക്കുക. സ്തോത്രം. നീതിമാന്റെ അവകാശങ്ങൾ 4 വിശേഷതകളാണ് ഈ സങ്കീർത്തനത്തിൽ തുടർന്ന് കാണുന്നത്. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1, അതിൻ്റെ 23, 24, 30, 31 വാക്യം നോക്കിക്കഴിഞ്ഞാൽ, 1 സ്ഥിരമായ ഗമനം. സ്ഥിരമായിട്ട് അവനെ ഗമിക്കാനായിട്ട് പറ്റും. 2, ബാക്കി 25, 29 നോക്കിക്കഴിഞ്ഞാൽ ശാശ്വത പരിപാലനം കർത്താവിൻ്റെ. വാക്യം 30, 40 നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായ സംരക്ഷണം. അത് നമുക്ക് 23, 24, 30, 31 സ്ഥിരമായ ഗമനത്തെപ്പറ്റി അല്ലേ നമുക്ക് കർത്താവിനെ ആശ്രയിച്ച് ശ്രദ്ധിക്കാം. ദൈവത്തിന് തൻ്റെ ഭക്തനെ കുറിച്ച് പ്രത്യേക പരിഗണനയുണ്ട്. ലോകത്തിലുള്ള സകല മക്കളെക്കുറിച്ചും ദൈവത്തിന് കരുതലുണ്ട്. എല്ലാം അവൻ്റെ സന്താനമാണ്. എന്നാൽ തൻ്റെ ഭക്തന്മാരെ കുറിച്ച് പ്രത്യേക പരിഗണനയുണ്ട്, കരുതലുണ്ട്. കാരണം അവർ സ്വർഗത്തിലെ ആത്മീയ പിന്തുടർച്ചക്കാരാണ്. സ്തോത്രം. കാര്യം ഒരുപറ്റം ദൂതന്മാരെ കർത്താവ് തള്ളിയതല്ല. കർത്താവ് തള്ളാനൊരു കാരണം അവർ സ്വയമായിട്ട് കർത്താവിന് പരിധി നിൽക്കൽ തീരുമാനിച്ചുകൊണ്ടാണ്. മനുഷ്യന് പ്രത്യേകത, ദൈവം അവന് അവസരം കൊടുത്തു. അവസരം കൊടുത്ത് വീണ്ടും ഏറ്റു പറഞ്ഞ്, കർത്താവ് നിന്റെ വഴി നടക്കാമെന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കും കരുണ ലഭിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പം ഭക്തന്മാരെ കുറിച്ച് പ്രത്യേക ഒരു കരുതൽ ദൈവത്തിനുണ്ട്. അപ്പം സ്വർഗത്തിലെ ആത്മീയ പിന്തുടർച്ചക്കാരതിന് കാരണം അവരെ ചുവട് പിഴച്ചു പോകാനായിട്ട് ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. ഒരു ഭക്തൻ നടക്കുന്ന വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ കാല് വഴുവാൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയില്ല. അപ്പൊ ഉറങ്ങാതെ, കാരണം കാല് വഴുതരുതെന്നുള്ളത് നമുക്ക് വേണ്ടി ആഗ്രഹിച്ച് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം വഴുതാതെ കാല് വെക്കണമെന്നുള്ള സൂക്ഷിപ്പോടെ ആ കരങ്ങളെ പിടിച്ച് വെക്കേണ്ടത് നമ്മുടെ കടമയുടെ. വഴി എന്നത് അവൻ തിരഞ്ഞെടുക്കുന്ന ജീവിതശൈലിയെ തന്നെയാണ് കാണി. വഴി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നടപ്പല്ലല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലാനുള്ള ജീവിതശൈലി,
സ്തോത്രം. അതാണ് ഭക്തന്റെ വഴി. അത് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം. ആ വഴിയുടെ പ്രത്യേകതയുണ്ട്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. അപ്പോൾ കർത്താവിൻ്റെ വഴി ജീവന്റെ വഴിയാണ്. അത് ജീവൻ പ്രാപിക്കാൻ, ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും വന്നു. അപ്പൊ ആ സമൃദ്ധിയെ വഴി ജീവന്റെ വഴിയാണ്. അത് തിരഞ്ഞെടുക്കത്തക്കണം ചൂടുകൾ വെച്ച് പോകണം. ഇനി പാപികൾക്ക് ഒരു വഴിയുണ്ട്. സങ്കീർത്തനം 1:6, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്ന വഴിയാണ്. അപ്പൊ അവർക്കും വഴിയുണ്ട്. ലോകത്തിലെ എല്ലാവർക്കും വഴിയുണ്ട്. അപ്പൊ ദുഷ്ടന്റെ വഴി നാശകരമാകുമ്പോൾ മക്കളുടെ വഴി ജീവന്റെ വഴിയാണ്. അതുകൊണ്ടാണ് ഈ സംഘത്തിന്റെ പ്രാരംഭത്തിൽ 37-ാം സംഘത്തിന്റെ 7-ാം വാക്യത്തിൽ നോക്കുമ്പോൾ നിന്റെ വഴി യഹോവയെ, വഴി ദൈവത്തെ ഏൽപ്പിക്കണം. കാരണം ജീവന്റെ വഴിയൊക്കെയാണ്. നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക, അവൻ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. കാരണം എല്ലാവരുടെയും ആശ സ്വർഗത്തിൽ പോകണമെന്ന് അങ്ങ് എത്തണമെന്നാ. ഞാൻ ഇരിക്കരുത് നിങ്ങളെയും ഇരുത്താമെന്നാ പറഞ്ഞേക്കുന്നത്. ദൈവം ചേർക്കണം. അപ്പോൾ ആ വഴിയെല്ലാം ദൈവത്തെ അങ്ങ് ഫരമേൽപ്പിക്കണം. കാരണം മുള്ളുണ്ട്, വലിയ കല്ലുകളുണ്ട്. സ്തോത്രം. നമ്മുടെ 23-ാം സങ്കീർത്തനം കാണുമ്പോൾ അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരിയത്തേക്ക് എന്നെ നടത്തുന്നു. മരണ ഇരുൾ താഴ്വരക്കൂടെ ഞാൻ അതിനകത്ത് ഭയപ്പെടുത്തില്ല. അപ്പം സ്വസ്ഥതയുള്ള വെള്ളമുണ്ട്, പക്ഷെ അത് കുടിക്കണേ അക്കരെ കയറണം. അക്കരെ കയറണ ഒരു കരയിൽ നിന്ന് കീഴോട്ടിറങ്ങുമ്പോൾ ഒരു വാലിയുണ്ട്. ആ വാലിയിൽ പുല്ലും ഒക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ അതിനകത്ത് വ്യാളി കാണാം, വലിയ പാമ്പുകൾ കാണാം. അപ്പം ഭക്തന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പോകാൻ. പക്ഷേ അവൻ എൻ്റെ അപ്പോൾ ഒരു ആശ്വാസം വരും. എൻ്റെ കർത്താവ് കൂടുണ്ട്, ഒരു ധൈര്യം ഉണ്ടായി അക്കരെ നടന്നു കയറാൻ ഒരു ധൈര്യവനുണ്ടാകും. അപ്പൊ കർത്താവിനെ ആശ്രയിച്ച് നടന്നു കയറുമ്പോൾ ആ ഭയവും ഭീതിയും മാറും. സ്തോത്രം. അപ്പൊ നമുക്ക് ജീവൻ ലഭിക്കാൻ കാരണം നമ്മുടെ കർത്താവുള്ള ആശ്രയം, ആ ധൈര്യമാണ്. സ്തോത്രം. അപ്പം ദൈവം അത് നിർവഹിക്കുന്ന എഴുതിയേക്കുന്നു. ഇനി നീതിമാന് അവയവങ്ങളുണ്ട്. സ്തോത്രം. ഒന്ന്, നീതിമാന്റെ കാലുകൾ. അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാം. വായിച്ച് സഹായിക്കണേ. ഒരുവൻ മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. അതായത് വഴി സ്ഥിരമാക്കുകയാണ്, ഗമനം സ്ഥിരമാക്കുക എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ശരിയാക്കുക. അത് ജീവിത രീതിയെ കാണിക്കുക. അവരുടെ ജീവിത രീതിയെ ക്രിസ്തുവിൻ്റെ മാതൃക പ്രകാരമാക്കുന്നു. ചിട്ടയും ക്രമവും വിശുദ്ധിയും സ്ഥിരതയുമുള്ള ഭക്തിയുള്ള ജീവിതത്തിലേക്ക് നടത്തുകയാണ്. അതാണ് അവൻ്റെ നീതിമാന്റെ കാല്. ഇനി നീതിമാന്റെ കൈകൾ. അതിൻ്റെ വേഴ്സ് 24, അവൻ വീണാലും നിലംപരിയാകുകയില്ല, യഹോവ അവനെ കൈ പിടിച്ചു താങ്ങും. അപ്പം വീഴുവാൻ സാധ്യത ധാരാളം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മരണ ഇരുൾ താഴ്വര ഉള്ളതുകൊണ്ട്, ഇപ്പൊ കാലുകൾ ഇടറാതിരിക്കാൻ ബലഹീനമായ കൈകളെ കർത്താവ് തൻ്റെ ബലിഷ്ഠ കരങ്ങളാൽ താങ്ങുക. സ്തോത്രം. യേശുവിൻ്റെ രക്തത്താല്യം. അപ്പൊ അതുകൊണ്ട് യേശു പിടിച്ചിരിക്കുന്നുണ്ട്, കർത്താവ് പിടിച്ചിരിക്കുന്നുണ്ട്. അവൻ വീണാലും നിലംപരിയാകില്ല. സ്തോത്രം. അത് നമ്മൾ 91-ാം സങ്കീർത്തനം 12-ാം വാക്യം വായിച്ചാൽ അവിടെ ഒരു പ്രോമിസ് തന്നിരിക്കുക തമ്പുരാൻ. നിന്റെ കാൽ, അപ്പം പോകുന്ന വഴിക്ക് ദുർഘടങ്ങളുണ്ട്, കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അതുപോലെ സങ്കീർത്തനം 34:19 നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും.
അതുപോലെ അപ്പോസ്തലനായ പൗലോസും 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഒരു ഭയങ്കര ഭക്തന്റെ ഒരു സ്ഥിരതയെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ഉറപ്പാ, ഭക്തിയിൽ വഴി നടന്ന് ഒരു ധൈര്യം ഉണ്ടായി. കാരണം വാലി ഇൻ ദ ഷാഡോ ഓഫ് ഡെത്താ, ആ താഴ്വരയിൽ അക്കരെ കയറണം. സ്തോത്രം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. അപ്പൊ എല്ലാവരെയൊക്കെ കൂടുതൽ കഷ്ടമുണ്ട്. കാരണം ഈ മലയെന്ന് അങ്ങേ മല കയറണം. സ്തോത്രം. പ്രത്യാശ നാടാ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. സ്തോത്രം. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നത്. കാരണം ഒരാശയുണ്ട്, ഈ നടന്ന് കീറിക്കഴിഞ്ഞാൽ എൻ്റെ വാഗ്ദത്ത ദേശത്തായിരുന്നു. സ്തോത്രം. എങ്കിലും നിരാശ, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരും നശിച്ചു പോയി. മറ്റൊരു നോക്കും ഇവനെ ഇഴഞ്ഞ് ആ കൂടെ ഒരു പരുവായാലും തോന്നുന്നു. അവർ പറഞ്ഞൊക്കെ ശരിയാ, ഒരു പരുവായെങ്കിലും അറിയാം നശിച്ചു പോകരുത്. സ്തോത്രം. കാരണം നശിക്കാൻ വേണ്ടിയല്ല ഈ വഴിയെ നടത്തുന്നത്. സ്തോത്രം. വിശ്വസ്തന നടത്തുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ വിശ്വസ്തന കൈ മുറുകെ പിടിക്കുവാൻ നമുക്ക് ഏവർക്കും കർത്താവ് ധാരാളം സഹായം നൽകട്ടെ. അപ്പൊ നീതിമാൻ, അടുത്തത് നീതിമാന് വായി നാവും. അതിന്റെ വാക്യം 30-ാമത്തെ വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. നീതിമാന്റെ വായ ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. അപ്പൊ നീതിമാന്റെ വായും നാവും അവന്റെ ആത്മീയ ആരോഗ്യത്തെ വെളിപ്പെടുത്തുക. അവൻ വായി ജ്ഞാനം പ്രസ്താവിക്കുന്നു. പ്രായോഗിക ജീവിതത്തെക്കുറിച്ചുള്ള ശുഭകരമായ നിർദ്ദേശങ്ങൾ കർത്താവിൽ നിന്നത്. അപ്പൊ കർത്താവിനോട് കൂടെ പഠിച്ച ആ വ്യക്തി ജീവിതത്തിനും അവരുടെ നാവ് ഉപ്പിനാ രുചി വരുത്തിയും കുറവയോടെ ആയിത്തീരും. സ്തോത്രം. അത് നമുക്ക് 111-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. അപ്പൊ അവർക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ അറിയിക്കാൻ കടമപ്പെട്ടവരുടാ. സ്തോത്രം. ഈ ഭക്തി പഠിച്ച ഭക്തി എങ്ങനെയാണെന്നുള്ളതും എന്തിനു വേണ്ടിയാണെന്നുള്ളത് ലോകത്തെ അറിയിക്കണം. നമുക്കത് വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 27-28 വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷ. അപ്പൊ കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന നീതിമാന്റെ വായി നാം കർത്താവിനെ വിളിച്ചറിയിക്കുന്നതായിരിക്കണം. സ്തോത്രം. അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. അവന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടെന്നുള്ള ആ ക്രൂശുമരണത്തെക്കുറിച്ച് നമ്മളെല്ലാവരോടും പ്രസ്താവിക്കാൻ കിടപ്പെട്ടവരാ, സാക്ഷിക്കേണ്ടത്. സ്തോത്രം. അപ്പം അങ്ങനെ അവനിൽ ജീവൻ വെച്ചിട്ടുള്ളവർക്ക്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവൻ പാപം കൂടെ രണ്ടാമതും പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവ് അതിവേഗത്തിൽ പ്രത്യക്ഷനാകും. സ്തോത്രം. പിന്നെ നീതിമാന്റെ ഹൃദയം, അതിൻ്റെ വാക്യം 31. തൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട്, അവൻ്റെ കാലടികൾ വഴുതുകയില്ല. ഇപ്പൊ ഹൃദയം നിറഞ്ഞ കവിയെന്നാണ് വായി പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഇരിക്കുന്നത് കൊണ്ട് ഭക്തന്റെ നാവ് ന്യായം സംസാരിക്കുന്നതായിരിക്കും. അന്യായങ്ങളെ വിട്ട് ന്യായം സംസാരിക്കത്തക്കവണ്ണം ദൈവിക അഭ്യസനം ലഭിച്ചവനാണ്. ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് അവിടുത്തെ വചനം സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാം. ദൈവജനത്തിൻ്റെ ഹൃദയത്തിലാണ് തമ്പുരാന്റെ വചനം സ്ഥാപിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം
അതിൻ്റെ 15-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം, 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനങ്ങളും നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, വസിക്കണം. നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാവരും കൺഫ്യൂഷൻ ആകുന്നൊരു വാക്യമാണ്. കാരണം എൻ്റെ വൻ നിങ്ങൾ എന്നിലും വസിച്ചാൽ, നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്താണല്ലോ അത് കിട്ടും. നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെ എന്തെങ്കിലും അപേക്ഷിച്ചാൽ കിട്ടുമല്ലോ. അതിൻ്റെ അർത്ഥം ഈ മനുഷ്യ സ്വഭാവമായിട്ട് എന്തെങ്കിലും അപേക്ഷിക്കുക പറഞ്ഞാൽ അവർക്ക് ഇവിടെ ഫ്ലറിഷായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ദൈവത്തോട് യാചിക്കും. അപ്പം കർത്താവ് അവിടെ പറഞ്ഞു, എൻ്റെ വചനം നിങ്ങൾ എന്നിലും വസിച്ചാൽ. അപ്പം ദൈവത്തിൽ വസിക്കുന്നുള്ള ആള് ദൈവഹിതമായിട്ട് ചോദിക്കുക. അതായത് പുത്രൻ ദൈവമായിരുന്നവൻ മനുഷ്യരൂപമെടുത്ത് വന്നപ്പോൾ പിതാവിന് ഒറ്റ കാര്യമുള്ളൂ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ സാധ്യമാകട്ടെ. അപ്പം ദൈവ ഇഷ്ടത്തിന് വേണ്ടിയുള്ള അപേക്ഷയായിരിക്കും അവരുടെ ഉള്ളിലുള്ളത്. അത് ഭക്തന് ലഭിക്കുന്ന ഒരു അഭ്യസനമാണ്. അപേക്ഷിക്കുന്ന എന്താണെങ്കിലും കിട്ടും. അവരെന്തേ അപേക്ഷിക്കത്തുള്ളൂ? പിതാവിന് ഇഷ്ടമുള്ളൂ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കുമാറാകട്ടെ. കാരണം പിതാവിൻ്റെ ഇഷ്ടം ഒരിക്കലും പുത്രനെ നാശത്തിലേക്ക് വിടുന്നതായിരിക്കത്തില്ല. കാരണം നശിച്ചുപോയ മകനെ കുടിയൻ പുത്രനും നമ്മൾ പറയും. അവൻ പിന്തിരിഞ്ഞ് പാപസ്വാധീനത്തിലൊക്കെ പോയി. എന്നാൽ മൂത്തവൻ അപ്പൻ്റെ വരുതിക്ക് അനുസരണം ഒക്കെ തികച്ച് വയലിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അപ്പൻ്റെ ഒരു ആടിനെ പറയുന്നുണ്ട്, എൻ്റെ ചങ്ങാതിമാരുമായിട്ട് ഉല്ലസിപ്പോ ഒരാടിനെ പോലും നീ എനിക്ക് നൽകിയില്ല. അപ്പൊ ഒരാടിനെ വേണം അവൻ എടുക്കായിരുന്നു. അതുപോലും എടുക്കാതെ വളരെ ഭദ്രതയോടെ കണക്കൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ആളാണ്. അപ്പനും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അപ്പൻ നമ്മുടെ ഉൾപ്പുകളെ നിലകളെ ആരായുന്നവരാണ്. ഒടുവിൽ ഇളയവൻ വന്നപ്പം അവൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് അവനെ ചുംബിച്ച് അവനെ ഉൾക്കൊണ്ട് എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷെ ഇവിടെ ഇപ്പം മൂത്തവൻ അനുസരണമുള്ളവൻ, അവകാശിയായിട്ടുള്ളവൻ, അവകാശം അവന് വേണ്ടിയുള്ള, നശിച്ച് വിറ്റ് കളഞ്ഞ ആ ഇളയവൻ അവന് വേണ്ടിയുള്ളതല്ല. അങ്ങനെ ബൈബിൾ അവിടെ എഴുതിയേക്കുന്നു. നീ എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എൻ്റേതെല്ലാം നിൻ്റേതാന്നാകാം തമ്പുരാൻ പറഞ്ഞു. അത് ഇളയവനുള്ളതല്ല, അവനവൻ്റെ എല്ലാം വിറ്റിട്ട് പോയതാ. പക്ഷെ ഇപ്പോൾ ഉള്ളതെല്ലാം നിൻ്റേതാ. പക്ഷേ അത് അവകാശം ഇവൻ്റേതാണെന്ന് ഇവനെ അറിയത്തില്ല. ഇവനങ്ങ് അധ്വാനിക്കുക, അങ്ങ് വേലയാണ് എല്ലായിടത്തും. വേല ചെയ്തെല്ലാം നേടി ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഉല്ലസിപ്പാനുള്ള ആഗ്രഹം കിടക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവികമല്ലാത്ത ഉല്ലാസങ്ങൾ മാറുവാൻ തക്കവണ്ണം ദൈവഹൃദയത്തിൻ്റെ ഒരു ആഴങ്ങൾ ഭക്തൻ ലഭിക്കണം. അപ്പൊ നീതിമാന്റെ ഹൃദയം കർത്താവിൽ സ്ഥിരമായിരിക്കണം. ചാഞ്ചല്യപ്പെടുന്ന ഹൃദയമാകരുത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യം. അത് തന്നെ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ അത് നമുക്കൊന്ന് വായിക്കാം. വചനം നീ അനുസരിപ്പാൻ തക്കവണ്ണം ആ വചനം നിനക്ക് ഏറ്റവും സമീപത്തും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം നിറഞ്ഞു കഴിയുന്നല്ലോ വായ് പ്രസ്താവിക്കുന്നു. അപ്പൊ എപ്പോഴും ശുഭവചനങ്ങൾ, എന്നിലാകാത്ത വരെല്ലാവരും നിർണയങ്ങൾ അല്ലാതെ വന്ന യേശുവിൻ്റെ അനുസരിച്ച് പിടിച്ചടക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ വായിൽ നിന്ന് വരുന്നത്
ദൈവഹിതപ്രകാരമുള്ള വാക്കുകളായിരിക്കും. അത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലിരിക്കുന്നു. വായിൽ പുറപ്പെടുന്നത് കർത്താവിലെ തിട്ടമിട്ട ആശ്വാസവചനങ്ങളായിരിക്കും. സ്തോത്രം. അത് അപ്രകാരം സംസാരിപ്പാൻ ദൈവം നമ്മളെയും ബലപ്പെടുത്തട്ടെ. ദൈവഹിതപ്രകാരം യാചിപ്പാനും അത് അനുഭവമാക്കാൻ ദൈവം ഇടയാകട്ടെ. സ്തോത്രം. ഇനി അടുത്തത് നമുക്ക് 25 മുതൽ 29 വാക്യത്തിൽ കർത്താവിൻ്റെ ശാശ്വതമായ പരിപാലനത്തെ പറ്റി എഴുതിയേക്കുന്നത്. ശാശ്വതമായ പരിപാലനം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയിലായിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അനുഭവത്തിൽ കൂടെ ഒരു ദൃക്സാക്ഷി വിവരമാണ്. സ്വന്തം അനുഭവത്തിൽ കൂടെ അനുഭവം അവനെ ജ്ഞാനിയാക്കി. ദാവീദ് യൗവനം മുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ ജീവിതാനുഭവത്തിനകത്ത് വരുന്നുണ്ട്. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായെത്തും, നീതിമാൻ തുണയിലായിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആഹാരം ഇരക്കേണ്ടി വരത്തില്ല. പിന്നെ അപ്പം ചില ബുദ്ധിമുട്ടൊക്കെ ദൈവമൊക്കെ കൊണ്ടൊന്ന് ചോദിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 4 മുതൽ വായിക്കും. അവൻ നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് സകല വചനവും ജീവിക്കുന്നതിനെ ഗ്രഹിപ്പിച്ച് ഈ നടത്തിയ വിധമൊക്കെ ഓർത്തുകൊള്ളാൻ എഴുതിയിരിക്കുന്നു. കാരണം ഈ സ്റ്റെപ്പ് പഠിക്കണമെങ്കിൽ ഇച്ചിരി പാട്. സ്തോത്രം. ഈ റെസ്ലിങ് അല്ലെങ്കിൽ കളരി എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ സ്റ്റെപ്പുകളുണ്ട്. അത് മറ്റുള്ളവന് പറയാൻ പെട്ടെന്ന് അവർക്ക് ഒരു തല്ല് വന്നാൽ ഒഴിയാനും ചാടിത്തിരിഞ്ഞ് അപ്പുറത്ത് ചെന്ന് ആ ബലശാലിയെ തെളിയിടാനൊക്കെ ഒരു കഴിവുണ്ട്. സ്തോത്രം. അപ്പൊ ഈ അനർത്ഥങ്ങളെയും ദുഷ്ടന്റെ വാക്കുകളെയൊക്കെ ഒഴിഞ്ഞ് ദൈവകൃപയോടെ പോവാൻ തക്കവണ്ണം ചുവടുകൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. അപ്പം ഈ ശാശ്വതമായ പരിപാലനം ലഭിക്കണമെങ്കിൽ ദൈവിക ചുവടുകൾ പ്രകാരം പോകും. അപ്പം ഞാൻ ആ ചുവട് ശരിയായിട്ട് കണ്ട് മനസ്സിലാക്കി അനുഭവത്തിൽ ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായത്, നീതിമാൻ തുണയിലായി, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് കണ്ടിട്ട്. അപ്പം ദൈവം വിശപ്പിച്ചു. അപ്പം കൊണ്ട് മാത്രമല്ല പഠിപ്പിക്കുക, ചൂടാ. ദൈവത്തിന് സകല വചനങ്ങൾ കൊണ്ടും ജീവിപ്പിക്കുന്നതിനെ ഗ്രഹിപ്പിക്കുകയാണ്. ഈ നടത്തിയ വിധമൊക്കെ ഓർക്കണം. അപ്പം ദാവീദ് ഒരുപാട് ഓർമ്മയുണ്ട്. സ്തോത്രം. അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, എങ്കിൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഒറ്റപ്പെടൽ, അഭിഷേകം ലഭിച്ചിട്ട് രാജസ്ഥാനം കിട്ടാതിരിക്കുക, മറുതലിച്ചു പോവാം. ഇതിനേക്കാളല്ല ഞാൻ അവിടെ കാണും കിടന്ന് ആടിനെ തീറ്റി ചെയ്യുമെന്ന് ചിലവും പറയും. ഇസ്രായേൽ മക്കൾക്ക് അടിമത്തത്തിൽ വിടുവിച്ചെങ്കിലും അല്പപ്രയാസം വന്നെന്ന് പറഞ്ഞ് അവിടെ ഫറവോൻ്റെ അവിടെ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നാ പറഞ്ഞു, വലിയ സമൃദ്ധിയാന്നാ പറഞ്ഞു. അവിടെ കിടന്നാൽ പോരാ. ഈ ദൈവമക്കളും ചിലപ്പോഴങ്ങനാ ദൈവഭാഗത്തൊക്കെ വന്ന് ആ കഞ്ഞി കുടിക്കാതിരിക്കാനുള്ള അവസ്ഥയിൽ ദൈവം ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഇതിനേക്കാൾ അല്ല പണ്ട് അവിടെ യാക്കോബായ നിന്ന് വെച്ചാൽ മതിയാണ്. അവിടെ ഒരു മനുഷ്യനും വേവിക്കാതെ ചാക്കോ എന്ന് വിളിച്ചോണ്ട്, ഇവിടെ ഇപ്പോൾ ചാക്കോച്ചായെന്ന് വിളിച്ചെല്ലാം സെക്രട്ടറി ഒക്കെ ആയി വലിയ ആളായ. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഇപ്പൊ ഏതാണ്ട് വലിയ പുള്ളിയാണ്. പുള്ളിയൊന്നും അല്ല, ദൈവം ആക്കിയതാണ്. ദാവീദിനത് ഓർമ്മയാണ്. അതുകൊണ്ട് ശാശ്വത പരിപാലനത്തെ കുറിച്ച് നാം പറയും. ദൃക്സാക്ഷി വിവരണമാണ്. അപ്പോൾ ദൈവത്തിൽ അനുഭവിക്കുന്ന ദൈവിക പരിപാലനത്തിൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളും എപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് അറിവ് നമുക്ക് ധാരാളമാണ്. ദാവീദ് വെളിപ്പെടുത്തിയിരിക്കുന്ന സംതൃപ്തി, സന്തതി, സ്ഥിരത. ഒന്ന് സന്തതി, ഭക്തന്മാരുടെ സന്തതിയുണ്ട്. ഒന്ന് സംതൃപ്തരാണ്, അവർക്ക് സന്തതിയുണ്ട്, സ്ഥിരതയുണ്ട് ജീവിതത്തിൽ. ഒന്ന് നമുക്ക് ചിന്തിക്കാം, സംതൃപ്തി. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ സംതൃപ്തി നൽകുന്നതായിരിക്കും പ്രത്യേകതയാണ്. ബാക്കി എത്ര കോടീശ്വരനായാലും സംതൃപ്തി കാണുന്നില്ല. ഉണ്ടെന്നൊക്കെ പറയും. ചിലപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരാൾക്ക് പെട്ടെന്നുണ്ടാകണമെങ്കിൽ കുറെ സംതൃപ്തിയൊക്കെ തോന്നും. അങ്ങനെയെങ്കിൽ വലിയ വലിയ കോടീശ്വരന്മാർ
അവർക്ക് തന്നെ അവരുടെ കാശ് എവിടാന്ന് അറിയത്തില്ല. ചില ബാങ്കിൽ കിടക്കുന്നത് അവരങ്ങ് മറന്നു പോകാറുണ്ട്. അതുപോലുള്ള പണക്കാരാണ്. സോ അമേരിക്കയിലെ ഡോളർ അടിക്കുന്ന ധനാഢ്യനായ മനുഷ്യൻ, അദ്ദേഹത്തിനാണ് അതിൻ്റെ പ്രിന്റിംഗ് ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്, യഹൂദൻ. സോ അദ്ദേഹത്തിന് തന്നെ അറിയാത്ത ഒരു ലോകത്തിലെ 60% പണം അദ്ദേഹത്തിൻ്റെ. സോ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ ചിലരൊക്കെ, അദ്ദേഹം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പല ധനാഠ്യരും ഉറങ്ങണമെങ്കിൽ മദ്യമകത്ത് ചെല്ലണം. സോ ഉറക്കം വരത്തില്ല. ചിലർ മദ്യം കഴിച്ചാലേ ഉറങ്ങത്തില്ല, പ്രത്യേകം ഡോക്ടറിൻ്റെ ഗുളിക കഴിച്ചാലേ ഉറങ്ങത്തുള്ളൂ. സോ അപ്പം ഭക്തൻ്റെ ഒരു പ്രത്യേകത, അവന് സംതൃപ്തിയുണ്ട് ദൈവം നൽകുന്നതിന്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കൊരു പ്രത്യേക സംതൃപ്തി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് നീതിമാൻ തുണയില്ലായിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ദാവീദിൻ്റെ സാക്ഷ്യം. അതിൻ്റെ 28-ാമത്തെ വാക്യം. യഹോവ ന്യായപ്രദനാകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നുമില്ല. അവൻ്റെ പരിപാലനത്തിന് കീഴിലായിരിക്കുന്നവർ പൂർണ്ണ തൃപ്തരായിരിക്കും. അപ്പം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാൻ അവർ സദാ സന്നദ്ധരായിരിക്കണം. അതാ ദാവീദ് പറഞ്ഞത്. 26-ാമത്തെ വാക്യം. അവർ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കും. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വായ്പക്കാരെ കാണുമ്പോഴേ ബ്ലേഡ് കൊടുക്കാനാണ് സന്തോഷമാണ്. കാരണം വളരെ ഞെരുക്കത്തി കൃപയില്ലെങ്കിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? പറയാനൊക്കെ എളുപ്പമാണ്, പ്രസംഗിക്കാനും എളുപ്പമാണ്. അതൊരു നിത്യമാണ്, ഒരു ദിവസമല്ല. നിത്യം കൃപാലുവായി വായ്പ കൊടുക്കും. അപ്പൊ സ്വയം തൃപ്തരായിരിക്കാൻ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും. അപ്പൊ സ്വയം ഒരു തൃപ്തി വേണം. യോർദാന്റെ നദി കവിഞ്ഞൊഴുകണമെങ്കിൽ അതിനകത്ത് വെള്ളത്തിൻ്റെ ഒഴുക്കും ധാരാളം ഉണ്ടല്ലോ പറ്റും. അത് ആ തോട് നിറഞ്ഞാലല്ല കര കവിഞ്ഞൊഴിയത്തുള്ളൂ. ഒരിക്കലും അത് തോട് നിറയത്തില്ലെങ്കിൽ എവിടുന്ന് കര കവിഞ്ഞൊഴിയും. അപ്പം നിറവുള്ളവനെ മറ്റുള്ളവരെ നിറയ്ക്കാനായിട്ട് പറ്റും, ആ നിറവിൽ കൊടുക്കാനൊക്കെ. സോ തൃപ്തിപ്പെടുത്താൻ, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുമെങ്കിൽ സ്വയം ഒരു തൃപ്തനായിട്ട് തീരണം. സ്തോത്രം. അത് 118-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന അവിടെ എഴുതിയത്. വാരി വിതറുക. പേരിന് വേണ്ടിയൊക്കെ വാരി വിതറുന്നവരുണ്ട്. ഇത് ദരിദ്രന്മാർക്ക് വേണ്ടിയാ. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. അടുത്തത് നമ്മൾ വായിച്ചത് സംതൃപ്തി. രണ്ടാമത് സന്തതിയാണ്. കാരണം തുടക്കത്തിൽ ഓർപ്പിച്ചു, അവകാശം മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. പിന്തുടർച്ചയാണിത് കാണിക്കുന്നത്. അവകാശികൾക്ക് പിന്തുടർച്ചക്കാർ ഇല്ലാതെ പോയാൽ അവകാശം അന്യം നിന്നു പോകും. പഴയ നിയമത്തിൽ അത് ദൈവിക ശാപമായിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം അവകാശം ഇല്ലാതെ എല്ലാം ഉണ്ടാക്കി അനുഭവിക്കാൻ ആളില്ല. അതിനാണ് അന്യം നിന്ന് പോകാന്ന് പറഞ്ഞത്. സ്തോത്രം. അപ്പൊ അന്യം തിന്നു പോകാൻ ദൈവം ഒരിക്കലും എഴുതിയിട്ടില്ല, സമ്മതിക്കില്ല. ശാപം വരാനായിട്ട്, നീതിമാനെ വിട്ട് ശാപം വരാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ആ 38-ാം സംഘത്തിൽ ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ 38-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. അപ്പൊ സന്തതികൾ ഇല്ലാഞ്ഞിട്ടല്ല, ദൈവീയ ശാപം അവിടെ മേൽ ഇരിക്കുന്ന മൂലം പിന്തുടർക്കാൻ നശിച്ചു പോകും. അവർ ഛേദിക്കപ്പെടുന്നത്. ദുഷ്ടന്റെ സന്തതി ഛേദിക്കപ്പെടും. സംഗതി ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവർക്കില്ലാത്ത വൈരാഗ്യമൊക്കെ ഉണ്ടാകും. നമ്മൾ ലോകത്തിൽ കണ്ണുപിടിച്ചാൽ കാണും. ഞാൻ ഒരു ഭവനത്തെ എങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ല തടിപിടിക്കുള്ള 9 ആൺപിള്ളേരവർ. അവരിറങ്ങിയാൽ തന്നെ ഒരു കലയുണ്ട്. അതിനൊത്ത അഹങ്കാരം അവർക്കുണ്ടായി. അവസാനം അവരുടെ അമ്മ പറഞ്ഞതാണ്, ഇങ്ങനെ പിള്ളേരുണ്ടായിരിക്കുക നല്ലത്. കാരണം
എല്ലാം അതിന് 9 എണ്ണത്തിൽ 8 പേരും വഴി കിടന്നത്. കാരണം ദുഷ്ടത അവരുടെ അപ്പനും പ്രവർത്തിച്ചു, അത് മക്കൾ ഏറ്റെടുത്തു. അത് ആ ദുഷ്ടന്റെ സന്തതി ഛേദിക്കപ്പെടുന്ന കഥാവ്യം 112 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഭക്തന്റെ സന്തതിയെ പറ്റി എഴുതിയിരിക്കുന്നു. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നീതിമാന്റെ സന്തതി ആഹാരം ഇഴക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 25-ാമത്തെ വാക്യം. അവൻ നീതിമാന്റെ സന്തതി ആഹാരം ഇഴക്കുന്നത് കാണത്തില്ല. അടുത്തത് സ്ഥിരതയാണ്. അപ്പം ദൈവിക അനുഗ്രഹങ്ങൾ ശാശ്വതമായിരിക്കുന്നു. ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. അതിൻ്റെ 18-19 വാക്യം. ക്ഷാമമൊക്കെ വരാം, പക്ഷെ ആ സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ തക്കവണ്ണം ദൈവം അവരെ തൻ്റെ കൃപയാലും പ്രത്യേക വഴികളാലും. സർവത്തിലെ വിധവയ്ക്ക് ക്ഷാമം തന്നെ. ഈ ഒരുപടി മാവല്ലാതെ വേറൊന്നുമില്ല. ഏലിയാവിന് തുരുത്തിലെ കെരിത്തോട്ടിലെ വെള്ളവും തീർന്നു, അപ്പോൾ കാക്കയുടെ വരവും നിന്നു. പക്ഷേ 2 കൂട്ടർക്ക് സമൃദ്ധി സമയത്ത് ദൈവം കൊടുക്കുക. അപ്പം സ്ഥിരമേറിയ അനുഗ്രഹങ്ങൾ, ശാശ്വതമായ സ്വസ്ഥത, ക്ഷാമകാൽ തൃപ്തി നൽകുന്ന കൃപ, ഇത് വിശേഷം ഭക്തന് ലഭിക്കുന്ന. അടുത്ത് അതിന് 32-32 വാക്കുകൾ നമ്മൾ ചിന്തിച്ചത് നിത്യമായ സമാധാനം ഭക്തന് ലഭിക്കുന്നു. സ്തോത്രം. ദുഷ്ടന്മാരുടെ ആരംഭം, തുടക്കം വളരെ ഭദ്രവും ശുഭകരമാണ്, പക്ഷേ അവസാനം നാശമാണ്. എന്നാൽ പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലുമാണ് ഒരു ഭക്തന്റെ ജീവിതാരംഭമെങ്കിലും. സാധാരണഗതിയിൽ ഭക്തന്മാർക്കൊക്കെ ഈ തുടക്കമൊക്കെ സ്ലൂയില്ല. ഈ ക്രോസ് കൺട്രി ഓടുന്ന പോലെ തുടക്കത്തിൽ പുറകെ കിടക്കാൻ ചാട്ടറി പോലെ മുന്നോട്ട് പോകുന്നതാണ്. എൻ്റെ അടുത്തൊരു സ്നേഹിതൻ, അവരൊക്കെ നല്ല വിദ്യാബഹുത്വം, നല്ല നിലവാരത്തിൽ ജോലി. ഒരു കാര്യം എന്നോട് പറഞ്ഞു, എൻ്റെ തമ്പിച്ച ഞങ്ങൾ നല്ല ജോലിയും പൊസിഷനും ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പിള്ളേരെ ഇത്രയും വരെ പഠിപ്പിച്ചു. ആ ഞെരുങ്ങി കരഞ്ഞ് ഉപദേശിച്ച് പ്രാർത്ഥിച്ച ഉപദേശിയുടെ മക്കളും എല്ലാം അതിനേക്കാളും നല്ല നിലയിൽ പഠിച്ചു കൊടുത്തു. ഇത് കണ്ടുപിടിച്ചാൽ കാണാവുന്നൊരു കാര്യം. അവർ പരമാർത്ഥമുള്ള കാര്യമാണ്. അപ്പം നിത്യമായ സമാധാനം, സ്തോത്രം ദൈവം കൊടുക്കും. ദുഷ്ടന്മാരുടെ ആരംഭമൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ അവസാനം അത് മരണവഴിയാണ്. എന്നാൽ പ്രശ്നങ്ങളും ജീവിതാവസാനം സമാധാനത്തിലും ഒക്കെ തീരണമെങ്കിൽ ദൈവഭക്തിയോടെ ജീവിക്കണം. അതാണ് 37-ാം വാക്യത്തിൽ. ഇതിൻ്റെ 37-ാം വാക്യം, നിഷ്കളങ്കരെ കുറിക്കൊള്ളുക, നേരിയുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. കാരണം നിത്യസമാധാനം കിടക്കുക. ആ ഭക്തന്റെ ഉള്ളിൽ പലപ്പോഴും ചുട്ടുനീറുന്ന അവസ്ഥയാണ്. പക്ഷെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ നീറ്റൽ ഞങ്ങൾ സകലവിധത്തിലും കഷ്ടസഹി ഇടുങ്ങിയിരിക്കുന്നില്ല, വീണ് കിടക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, എൻ്റെ ഒരു കൈ എന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ദൈവീയ സന്തതിയുണ്ട്. സ്തോത്രം. ഇനി അടുത്ത് ദുഷ്ടന്റെ അന്ത്യം. 32, 35, 38 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ദുഷ്ടന്റെ അന്ത്യം. ഇനി ഭക്തന്റെ അവസാനം 33, 34, 37 വാക്യങ്ങൾ വായിച്ചാൽ 33, ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കത്തില്ല. ന്യായം തീർക്കുന്ന ഒരു നാളുണ്ട്. അത് വിധിക്കപ്പെടാത്തതിന് കാരണം പൗലോസ് ലേഖനത്തിൽ ഇപ്രകാരം എഴുതി, കൊരിന്ത്യ ലേഖനത്തിൽ, ക്രിസ്തുവിന് വരുന്ന സകല ഉയർച്ചകളെയും ക്രിസ്തുവിന് അനുസരണത്തിൽ പിടിച്ചടക്കി പോവാം. അപ്പൊ ഇവിടെ പലതും പിടിച്ചടക്കി ശാസിച്ച് ദണ്ണിപ്പിച്ച് അടിമയാക്കിക്കൊണ്ട് പോയതാണ്. സ്തോത്രം. അതുകൊണ്ട് അവർക്കെന്തില്ല, ന്യായവിസ്താരത്തിൽ അവരെ കുറ്റം വിധിക്കുകയില്ല.
അതിന് 34 ഭൂമിയെ അവകാശമാക്കുക, അവൻ നിന്നെ ഉയർത്തും. 38 വാക്യം, നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകും. കഷ്ടകാലം വരുമെന്ന് എഴുതിയേക്കുന്നു. പക്ഷെ അവിടെ ആ കഷ്ടതയ്ക്ക് ഇടിച്ചു തകർക്കാൻ കഴിയാതെ വണ്ണം ഒരു ഭയങ്കര കോട്ട, ദുർഗം, അത് ചാടിക്കിടക്കാനായിട്ട് പറ്റത്തില്ല. സ്തോത്രം. അതായത് വേണ്ട ഭദ്രതയും സ്വസ്ഥതയും ആശ്വാസ വഴികളെ ദൈവം അവിടെ എത്തിക്കും. 4 39 വാക്യങ്ങൾ. 4, നിരന്തരമായ സംരക്ഷണം. ഭക്തന്മാർക്ക്, തൻ്റെ മക്കൾക്ക് നിരന്തരമായ സംരക്ഷണം ദൈവക്കും. രക്ഷ ദൈവത്തിന് ദാനമാണ്. ദൈവത്തിന് മാത്രമേ അത് പ്രദാനം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രിയ ശ്രോതാക്കളെ, നമ്മളൊന്ന് രക്ഷിക്കപ്പെട്ടത് നമ്മുടെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടല്ല. രക്ഷ ദൈവത്തിന് ദാനമാണ്. ദൈവത്തിന് നിരന്തരമായ സംരക്ഷണത്തിന് കീഴിലാക്കുവാൻ, അവൻ്റെ കരതലത്തിലാക്കുവാൻ. സ്തോത്രം. യാതൊരു സാത്താന്യ ശക്തികളും നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കത്തക്കണം. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കരുത് വാക്ക് പറഞ്ഞു. നമ്മുടെ കരം പിടിച്ച് നടത്തുവാൻ ഇന്നും കൂടെയുണ്ട്. അവനിൽ ആശ്രയിക്കാം. നമ്മുടെ പ്രയാസന്തികളുടെ മേൽ, ക്ലേശങ്ങളുടെ മേൽ കർത്താവ് ആശ്വാസവും സമാധാനവും ധാരാളം പകരും. അങ്ങനെ എല്ലാ ശ്രോതാർക്കും ലഭിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാണ്.